ഹലോ ഗായ്സ്, ഇത് നല്ല അടിപൊളി മാർക്കറ്റാണ്. നല്ലൊരു ബാരിസ്റ്റാണ് നിന്ന് ഉണ്ടായിരുന്നത്. നല്ലൊരു ബാരിഷാണ്, നല്ല അടിപൊളിയായിട്ട് ബാരിഷാണ് ചെയ്തത്. അത് ഓൾ ടൈം ഹൈ എന്നാണ് ബാരിഷായത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുമായിരുന്നു. ബട്ട് ഞാൻ എടുത്തില്ല. ഞാൻ വേറെ കുറച്ച് പരീക്ഷണങ്ങളായിട്ട് ജസ്റ്റ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കമ്മിറ്റായിപ്പോയി. കമ്മിറ്റ്മെൻറ്റ്സ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തു. അതിൻ്റെ പുറത്ത് ഞാൻ 2-3 ട്രേഡ് എടുത്ത് ഇന്ന് ലോസാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പുറത്തെന്നും പറയാം, പിന്നെ ഒരു ഓവറോൾ വ്യൂവിൻ്റെ പുറത്തും ഒരു നല്ല ലോസ് വന്നു. ഞാൻ അവസാന സമയം വീണ്ടും താഴോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഒരു പുട്ട് ഓപ്ഷനൊക്കെ എടുത്ത് ഞാൻ ഓവറോൾ ഒരു 30K ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 13,000 രൂപ നമ്മൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 13,000-14,000 രൂപ ലോസാണ്. അത്യാവശ്യം 2-3 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഒറ്റ ട്രേഡിലാണ് മെയിനായിട്ട് ലോസ് വന്നത്. ബാക്കിയുള്ള ട്രേഡൊക്കെ സിമ്പിൾ ട്രേഡാണ്, ജസ്റ്റ് സ്കാൽപ്പിംഗ് പോലെയായിരുന്നു. നല്ല ട്രേഡ് എന്ന് പറയാൻ പറ്റിയ ട്രേഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല ട്രേഡ് എന്നല്ല, പ്രോഫിറ്റ് കിട്ടാത്ത ട്രേഡ് ഒന്നുമില്ല. നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ എന്ന് പറയാനായിട്ടുള്ള ട്രേഡൊന്നുമില്ല. ബാക്കിയുള്ള ട്രേഡിലൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു. ബട്ട് നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു. നിന്ന് സെൻസെക്സ് എക്സ്പയർ ആയിരുന്നു. എടുത്തില്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ബട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ മോർണിംഗ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. വായിച്ച് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കണ്ടാണ്. ബട്ട് എടുക്കാൻ പറ്റിയത് സിറ്റുവേഷൻ ആയിരുന്നില്ല, എടുത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ CPR റീട്രേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് CPR റീട്രേസ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് എടുക്കാമായിരുന്നു. അതും എടുക്കാൻ പറ്റിയില്ല. അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി, 2-3 ഓപ്പർച്യൂണിറ്റി നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് മിസ് ചെയ്തു പറഞ്ഞാൽ പക്കായിട്ട് മിസ്സായി. അതിൻ്റെ പുറത്ത് തന്നെ ഞാൻ നമുക്ക് ഏറെക്കുറെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു 100% റിട്ടേൺസ് മസ്റ്റായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അറ്റ് ദ മണി സെൻസെക്സ് എടുത്തിരുന്നെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് സെൻസെക്സ് എടുത്തിട്ടും ഉണ്ടാവുമായിരുന്നു. ജസ്റ്റ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പരീക്ഷണങ്ങളായിട്ട് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ പുറത്ത് വേറെ ഏതൊക്കെ എൻട്രി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യാം, നമുക്ക് നോക്കാം. നമ്മളെടുത്തത് ആദ്യം നമ്മളൊരു 12 മണിക്കാണ് എൻട്രി എടുത്ത്. അതപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചു. ജസ്റ്റ് ഫോർലോട്ട് എടുത്ത് സിമ്പിളായിട്ട് ജസ്റ്റ് ഫോർലോട്ട് എടുക്കുന്നു, എക്സിറ്റ് അടിക്കുന്നു. അത് 12 മണിക്കാണ് എടുത്തത്. അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതേസമയം അതൊരു കോൾ ഓപ്ഷൻ ആയിരുന്നു ആദ്യം എടുത്തത്. പ്രത്യേക റിവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഈ ഒരു പൊസിഷന് കൃത്യം ഈ ഒരു പൊസിഷൻ റിവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എടുത്തോണ്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി സപ്പോർട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും താഴോട്ട് വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. അതൊരു ചെറിയൊരു ലോസിലാണ് ആ ട്രേഡ് എക്സിറ്റ് അടിച്ചത്. ചെറിയൊരു ലോസിലാണ് എക്സിറ്റ് അടിച്ചത് ഈ ഒരു ക്യാൻഡിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതേ സമയത്ത് ഒരു പുട്ടും എടുത്തു. ആ പുട്ടൊരു ചെറിയ പ്രോഫിറ്റിൽ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. അവിടുത്തെ ക്യാൻഡിൽ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് താഴോട്ട് വരും വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് താഴോട്ടും വരുന്നില്ല, അവിടെ നിന്ന് മേലോട്ട് പോകാനുള്ള ചാൻസാണെന്ന് കണ്ടിട്ട് അതൊരു ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് അടിച്ച്. അങ്ങനെ ആ ട്രേഡ് വലിയ പ്രോഫിറ്റുമില്ല ലോസുമില്ല 2 ട്രേഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ട്രേഡ് എന്ന് പറയാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു പ്രോഫിറ്റബിൾ ട്രേഡ് എന്ന് പറയാം. ആ ഒരു ട്രേഡ് എടുത്തിരിക്കുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു 7 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 1.25 ഏറെക്കുറെ 1.25 എന്ന് പറഞ്ഞാൽ 1.47 ആ ഒരു ട്രേഡ് എടുത്തേക്കുന്നത്. നല്ല ട്രേഡായിരുന്നു അത്. നല്ല ട്രേഡ് എന്ന് പറയാം, കുഴപ്പമില്ലാത്തൊരു നല്ല ട്രേഡ് തന്നെയായിരുന്നു. എന്തായാലും കൃത്യം 1.47 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിലൊക്കെ കഴിഞ്ഞ റീട്രേസ്മെൻറ്റ്, അത് ഈ ഒരു റീട്രേസ്മെൻറ്റാണ് കൃത്യം ഇവിടുന്ന് മാർക്കറ്റ് തിരിയുന്നു പറഞ്ഞിട്ട് തിരിഞ്ഞു. എനിക്കധികം തന്നെ ഹോൾഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല. ഓൾറെഡി അതിൽ വിക്സൊക്കെ കൂടുതലാണ്, പ്രീമിയം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടുന്ന് എൻട്രി എടുത്തു. ജസ്റ്റ് 7 ലോട്ട് എടുത്തുള്ളൂ. ആ ഒരു എൻട്രി ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ലോയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഫുള്ള് സ്കാൽപ്പിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് ഇതിൻ്റെ ലോയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. അതിന് നമ്മൾ അങ്ങനെ ഒരു 4K പ്രോഫിറ്റ് ആയിരുന്നു. ആ ഒരു ട്രേഡും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു 4K പ്രോഫിറ്റ് ആയിരുന്നു ഈ ഒരു ട്രേഡ് ആയിരുന്നത്. അതിലൊരു നല്ല പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമില്ല, ജസ്റ്റ് ആ ഒരു പ്രോഫിറ്റ് അത് വളരെ 7 ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് നമ്മളങ്ങനെ മിസ്സാക്കിയെന്നല്ല, എടുത്തു, ചെറിയൊരു പ്രോഫിറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ട്രേഡായിരുന്നു. ഒരു പുട്ട് ഓപ്ഷൻ തന്നെയായിരുന്നു. നമ്മളൊരു കുറച്ച് ക്വാണ്ടിറ്റി നന്നായിട്ട് തന്നെ ആഡ് ചെയ്തു, ആവറേജ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ. അത്യാവശ്യം ഒരു നമ്മൾ
ഏറെക്കുറെ ഈ റേഞ്ച് ഫുള്ള് നമ്മൾ ആവറേജ് ചെയ്യുന്ന ട്രേഡ് 12 ലോട്ടോളം നമ്മൾ ആവറേജ് ചെയ്തിട്ടുണ്ട്. 12 ലോട്ട്. എന്നിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചതൊക്കെ സമയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 3 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ 3 മണിക്ക് ശേഷം അധികം ട്രേഡ് ചെയ്യാറില്ല. ആ ഒരു ട്രേഡിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ലോസ് വന്നു. പിന്നെ ഏറെക്കുറെ ഈ ഒരു പൊസിഷനാണ് ട്രേഡ് എടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ആവറേജ് ചെയ്ത് അത്യാവശ്യം ഈ ഒരു മൂമെൻറ്റ്സും കഴിഞ്ഞ് ഒരു 3.5 ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് അടിച്ചത്. നല്ല രീതിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് എക്സിറ്റ് അടിച്ചത്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഇത്രയ്ക്ക് പോകുമെന്ന് വിചാരിച്ചതില്ല. ഓൾറെഡി ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഒന്നും കൂടി താഴോട്ട് വരാതെ എന്തായാലും മേലോട്ട് പോകത്തില്ല വിചാരിച്ചു. അതിൻ്റെ പുറത്ത് ചെക്ക് ചെയ്താണ്. ഇല്ലെങ്കിൽ 3 മണിക്ക് തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ച് മാറിയിട്ടുണ്ടാകും. അതിൻ്റെ പുറത്ത് നമുക്ക് ആ ഒരു ട്രേഡിൽ ലോസ് വന്നത് അത്യാവശ്യം നല്ല ലോസ് വന്നു. ഒരു 80K ലോസ് അതിൻ്റെ പുറത്ത് തന്നെ വന്നു. അതൊരു നല്ല ലോസ് എന്ന് പറഞ്ഞാൽ നല്ല ലോസായിരുന്നു. അങ്ങനെ നമ്മൾ ഓവറോൾ നല്ല ലോസിലേക്ക് വരികയാണ് ചെയ്തത്. ട്രേഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സ്പെക്റ്റേഷനും ഏറെക്കുറെ കറക്റ്റായിരുന്നു. ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ആ ഡൗൺ ട്രെൻഡിൽ കുറച്ച് മേലോട്ട് പോയി താഴോട്ട് പോയി എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് വന്നില്ല. അതിൽ പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത മാർക്കറ്റും ആയിരുന്നു. നമ്മൾ മോർണിംഗ് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മോർണിംഗ് തന്നെ ട്രേഡ് അവസാനിപ്പിക്കാനുള്ള എല്ലാതരം ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റിലുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ഡൗൺ ആയിരുന്നു. ബട്ട് അവൈലബിൾ ആയിരുന്നില്ല. അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയല്ലോ. ഷോർട്ടായിരുന്നു. അത് ഷുവറായിട്ട് ഞാൻ എടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഷുവർ 100% ഷുവറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കിയത്. അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്. അതിൻ്റെ പുറത്ത് വേറെ ട്രേഡ് എടുക്കാതിരുന്നാൽ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുത്ത് ട്രേഡ് എടുക്കുന്നില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയും കുറച്ച് മേലോട്ട് കയറിയപ്പോൾ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഓവറോൾ വരാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് എടുത്ത് അതിൽ ലോസ് വന്നു. പോട്ടെ, ലോസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പാഠങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും പരീക്ഷിക്കുമ്പോൾ നമ്മുടെ സമയം അതിനായിട്ട് കൊടുക്കണം. സ്വാഭാവികമാണ്. അത് കൊടുത്തപ്പോൾ നമുക്കിവിടെ കുറച്ച് നഷ്ടം പറ്റി. നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. പരീക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് നഷ്ടങ്ങൾ ഉറപ്പായിട്ട് വരും. അത് കാര്യമില്ല എന്തായാലും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ അത്യാവശ്യം ഒരു ലോസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ബട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റായിരുന്നു. ഒരു അടിപൊളി മാർക്കറ്റായിരുന്നു. ബട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെന്തായാലും അടുത്ത മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.